അടുത്തതായിട്ട് പോകാൻ പോകുന്ന സ്ഥലം എന്ന് പറഞ്ഞാൽ വീണ്ടും ഒരു 2 മൊണാസ്ട്രിയാണ്. അതായത് ജപ്പാനീസ് ടെമ്പിളുണ്ട്, ഒരു പീസ് പഗോഡയുണ്ട്. പീസ് പഗോഡ നിങ്ങൾ നെറ്റ് സെർച്ച് ചെയ്താൽ അറിയാൻ പറ്റും. ഒരുപാട് രാജ്യങ്ങളിൽ ഇതേപോലെ പീസ് പഗോഡ എന്ന് പറഞ്ഞിട്ട് ബുദ്ധൻ്റെ ഒരു അതിനെന്ത് പേര് പറയണമെന്ന് എനിക്കറിയത്തില്ല. ബുദ്ധൻ്റെ ഒരു ക്ഷേത്രം. അതുകൊണ്ട് ഇവിടെ ഒരുപാട് മൊണാസ്ട്രീസ് ഉണ്ട്, ഇഷ്ടം പോലെ ഉണ്ട്. അത് ടിബറ്റൻസിനുണ്ട്, നേപ്പാളിസിന്, അങ്ങനെ പ്രത്യേക ഒരുപാടുണ്ട്. അതേപോലെ ഒന്നാണ് ജപ്പാനീസ് ടെമ്പിൾ. ഇവിടെ ഒത്തിരി വണ്ടി ഓടിച്ച് പോകേണ്ടിയുണ്ട്. ഒരുപാട് തിരക്കാണ് പാർക്ക് ചെയ്യുമ്പോൾ എല്ലാം. ആ പടി കയറുമ്പോൾ തന്നെ നല്ലൊരു എന്താ പറയുക, ചൈനയിലോ ജപ്പാനിലോ അവിടെയൊക്കെ പോയൊരു ഫീൽ എന്തായാലും നമുക്ക് അവിടെ കിട്ടും. ഫ്രണ്ടിൽ തന്നെ ഒരു സ്തൂപം പോലെ വെച്ചിട്ടുണ്ട്. അവിടെ എന്തോ എഴുതിയിരിക്കണമെന്ന് എനിക്കറിയില്ല. ജപ്പാനീസ് ഭാഷയിൽ എഴുതിയിരിക്കണതാണ്. അതാണ് കാണുന്നതാണ് ജപ്പാനീസ് ടെമ്പിൾ. ഫസ്റ്റ് അവിടെയാണ് പോകുന്നത്. തൊട്ട് 2 സിംഹാവകാശമുണ്ട്, ബുദ്ധൻ്റെ ഒരു ശിലയുണ്ട്. ഇതിൻ്റെ അകത്ത് നമുക്ക് ഫോട്ടോസൊക്കെ എടുക്കാം, കുഴപ്പമൊന്നുമില്ല. പക്ഷേ പ്രെയർ ടൈമിൽ എടുക്കല്ലെന്ന് അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അവിടെ അവരുടെയൊക്കെ കുറേ ഫോട്ടോസും കാര്യങ്ങളൊക്കെ ഉണ്ട്. സ്റ്റെയറിൻ്റെ മേൽ കയറാൻ പറ്റും. ഇതാണ് ഞാൻ പറഞ്ഞത്, ഒരുപാട് പഗോഡാസ് ഉണ്ടെന്ന്. അതിൻ്റെയൊക്കെ ഫോട്ടോസാണ് കൊടുത്തിരിക്കുന്നത്. ഏതൊക്കെ രാജ്യങ്ങളിലൊക്കെ ഈ പഗോഡാസ് ഉണ്ടെന്നൊക്കെ. അങ്ങനെ മേളിലോട്ടൊന്നും കയറാനുള്ള പ്ലാനാണ്. മേലോട്ടൊരു കയറുമ്പം ഇതേപോലെ ഫോട്ടോസ് വരച്ചിട്ടുള്ള സംഭവങ്ങളെല്ലാം കാണാൻ പറ്റും. പിന്നെ അതിൻ്റെ അകത്തുനിന്ന് ഒരു ജനലിൽ വരെ നോക്കുകയാണെങ്കിൽ കഞ്ചൻജംഗ മൗണ്ടൻ നമുക്ക് കാണാം. ആ ജനലിൽ അത് നല്ലൊരു വൈബായിരുന്നു. പക്ഷെ ഫോട്ടോ എടുക്കുമ്പോൾ നമ്മളെ ഫേസ് ഡാർക്കായി പോകും. അതുകൊണ്ട് ആ ഫോട്ടോ ഒന്നും എടുത്തില്ല. അവിടെ ജസ്റ്റ് ഫീൽ ചെയ്യാം, അത്ര തന്നെ. അത് കണ്ടു. ഇതാണ് മെയിൻ സ്ഥലം. ഇവിടെ ഒരു പ്രാർത്ഥന മുറിയാണ്. ഇവിടെ ബുദ്ധൻ്റെയൊക്കെ ഓരോ ശില്പങ്ങളും കാര്യങ്ങളും വെച്ചിട്ടുണ്ട്. അത് കണ്ടിട്ട് പുറത്തിറങ്ങി നേരെ പോണത് പഗോഡയിലോട്ടാണ്. പഗോഡ അത് സംഭവം ചെയ്തിരിക്കണ വിധമൊക്കെ കാണുമ്പോൾ നല്ല രസമുണ്ട്. നല്ല പീസ്ഫുള്ളായിട്ട് ഒക്കെ പോവേണ്ട സ്ഥലമാണ്. പക്ഷെ അവിടെ മൊത്തം ചലപ്പായിരുന്നു. ഒരുപാട് ടൂറിസ്റ്റ് വരുന്ന സ്ഥലമാണിത്. ബുദ്ധൻ്റെ പല രൂപത്തിലുള്ള ശില്പങ്ങളൊക്കെ ഒറ്റ ഒരു റൗണ്ടിൻ്റെ അകത്ത് പല രീതിയിൽ കൊത്തിയൊക്കെ വെച്ചിട്ടുണ്ട്. അത് കാണാൻ കഴിയും. പിന്നെ പല പല നാട്ടിലുള്ള ആളുകൾ കാണാൻ വന്നിരിക്കുന്നത്. ടിബറ്റൻസൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ എല്ലാവരെയും കണ്ട ഒരേപോലെ ഇത് നേപ്പാളീസിനെ കാണുമ്പോൾ എല്ലാം എല്ലാവർക്കും സെയിം ഹോച്ചായതുകൊണ്ട് ഒന്നും നമുക്ക് മനസ്സിലാവില്ല. ഇതാണ് ബുദ്ധൻ്റെ ശില്പം വെച്ചിരിക്കുന്നത്. നടക്കുമ്പോൾ എല്ലാം ഓരോ സംഭവമൊക്കെ ഇങ്ങനെ കൊത്തിയൊക്കെ വെച്ചിട്ടുണ്ട്. അതായത് കണ്ട് ഇങ്ങനെ നടന്നു വരാം. അങ്ങനെ ബുദ്ധനെ ഒരു വലം വെച്ചിട്ട് അങ്ങ് ഇറങ്ങി. ഇത് ഡാർജിലിങ്ങിലെ ലാസ്റ്റ് വീഡിയോ ആണ്.
ട്രിപ്പ് ഇതോടെ തീർന്നു. ഇനി നാളെ തിരിച്ച് പോവുകയാണ്.